മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന നടൻ. അരനൂറ്റാണ്ടിന് മുകളിലായി മലയാളികളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി പകർന്നാടാത്ത വേഷങ്ങൾ ഒന്നുമില്ല. കഥാപാത്രത്തേക്ക് പരാകായക പ്രവേശം നടത്തി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന താരം സ്വന്തമാകാത്ത അവാർഡുകളൊന്നുമില്ല. കരിയറിൻ്റെ പുതിയ ഘട്ടത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് അവതരിപ്പിച്ച് ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ ഇപ്പോൾ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബ്രഹ്മയുഗത്തിൽ തൻ്റെ പെർഫോമൻസ് കൊണ്ട് മമ്മൂട്ടി ഇന്ത്യൻ സിനിമയെ ഒട്ടാകെ ഞെട്ടിച്ചിരുന്നു. കൊടുമൺ പോറ്റിയായും ചാത്തനായും മാസ്മരിക പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത്. തൻ്റെ സ്റ്റാൻഡത്തെ മറന്നുകൊണ്ട് ഇതുപോലത്തെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യാൻ മമ്മൂട്ടിയെ കാണിച്ച ധൈര്യത്തെ പലരും പ്രശംസിച്ചിരുന്നു. എന്നാൽ നെഗറ്റീവ് റോളുകൾ വീണ്ടും ചെയ്യാൻ തനിക്ക് മടിയില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് മമ്മൂട്ടി ഇപ്പോൾ. താരത്തിൻ്റെ അടുത്ത ചിത്രത്തിൽ വിനായകൻ്റെ വില്ലനായിട്ടാണ് മമ്മൂട്ടി വേഷമിടുന്നത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവിലാണ് മമ്മൂട്ടിയുടെ വില്ലനിസം ഇനി കാണാൻ സാധിക്കുക. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും മമ്മൂട്ടി വില്ലൻ വേഷത്തിൽ ഞെട്ടിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രവാസിനെ നായകനാക്കി സന്ദീപാങ്കർ റെഡ്ഡി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ പ്രവാസിൻ്റെ അച്ഛനായിട്ടാകും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുക എന്നായിരുന്നു ആദ്യം കേട്ട റൂമറുകൾ. പോലീസ് ഓഫീസറായിരുന്നു പ്രഭാസ് സ്പിരിറ്റിൽ വേഷമിടുക. സന്ദീപാങ്കയുടെ മുൻ ചിത്രത്തിലെ നായകന്മാരെ പോലെ ടോസിച്ചായ കഥാപാത്രം തന്നെയായിരിക്കും സ്പിരിറ്റിലും എന്ന് റിപ്പോർട്ടുകൾ. പ്രവാസിനൊപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിൽ നിൽക്കുന്ന കഥാപാത്രമാകും മമ്മൂട്ടി അവതരിപ്പിക്കുക എന്നാണ് ആരാധകരും കരുതുന്നത്. അതേസമയം കളങ്കാവൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. മെയ് 22 ചിത്രം തിയേറ്ററിലെത്തും. ഇന്ത്യയെ ഞെട്ടിച്ച സൈനൈഡ് മോഹൻ്റെ കഥ പറയുന്ന അടിസ്ഥാനമൊക്കെയൊരുക്കുന്ന കളങ്കാവൽ ഒരുങ്ങുന്നത് എന്ന് പുറത്തുവരുന്ന സൂചനകൾ. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന കഥാപാത്രമായിട്ടാണ് കളങ്കാവലിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ജോൺ ബ്രിട്ടാസ് അടുത്തിടെ പറഞ്ഞിരുന്നു. ഓരോ സിനിമ കഴിയുന്തോറും സ്വയം തേച്ചു മിനുക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ അവതാരം കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും.